Good morning students, welcome to the part 1 video of business research methods. BBAയുടെയും അതേപോലെ BComൻ്റെയും 5th സെമസ്റ്ററിൽ വരുന്ന ഒരു തിയററ്റിക്കൽ പേപ്പറാണ് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇതൊരു തിയററ്റിക്കൽ പേപ്പർ ആണെങ്കിൽ കൂടി നിങ്ങളുടെ 6th സെമസ്റ്ററിൽ നിങ്ങൾ സ്വന്തമായി ഒരു പ്രൊജക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കംപ്ലീറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നൊരു സബ്ജക്റ്റ് കൂടെയാണിത്. അപ്പം ഇതിലെങ്ങനെയാണ് ഒരു റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, ഡേറ്റ എങ്ങനെ നമ്മൾ കളക്ട് ചെയ്യണം, അതിനെങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യണം, എങ്ങനെ അതിനെ നമ്മളൊരു ഫൈനൽ റിസർച്ച് റിപ്പോർട്ടായിട്ട് കൺവേർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണ് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 6th സെമസ്റ്ററിൽ വരുന്ന പ്രൊജക്റ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബ്രീഫായിട്ട് ടൈം ബൗണ്ടഡ് ആയിട്ട് മൊഡ്യൂൾ 1നെ നമ്മൾ എന്നാലോ ഇൻഫർമേഷൻസ് ഒന്നും മിസ്സാവാത്ത രീതിയിൽ മൊഡ്യൂൾ 1നെ നമ്മൾ ഇന്ന് പഠിച്ചെടുക്കും. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂൾ തന്നെയാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബേസിക് ആൻഡ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ ഇതിൽ വരുന്നത് വാട്ട് ഈസ് റിസർച്ച് എന്നുള്ളതാണ്. ഒരു ബ്രോഡർ സെൻസിൽ റിസർച്ച് എന്താണെന്നാണ് പറയുന്നത്. It is a systematic search for answers to questions or solutions to problems. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ഫൈൻഡ് ചെയ്യുക ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. ഈ റിസർച്ച് എന്നുള്ള ടേം നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. റീ പ്ലസ് സെർച്ച് എന്നാണ് റിസർച്ച് ഉണ്ടായിട്ടുള്ളത്. അതായത് സെർച്ച് എഗെയിൻ, നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമുക്കൊരു ലാക്ക് ഓഫ് ഇൻഫർമേഷൻ വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റൈസ് ആവുകയാണ്, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാണ്. ഇങ്ങനത്തെ കേസസിലൊക്കെ നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലത്തിനെയോ ഒരു ക്വസ്റ്റ്യനെയോ സിസ്റ്റമാറ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു ഇവൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. എല്ലാ ഫീൽഡിലും എന്ത് നടക്കാറുണ്ട്, റിസർച്ചുകൾ നടക്കാറുണ്ട്. ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ അത് നിങ്ങൾ പഠിച്ചിരിക്കാം. റിസർച്ച് ഈസ് എസെൻഷ്യലി ആൻ ഇൻവെസ്റ്റിഗേഷൻ, എ റെക്കോർഡിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് എവിഡൻസ് ഫോർ ദ പേർപ്പസ് ഓഫ് ഗെയിനിങ് നോളജ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ഗെറ്റ് നോളജ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സിമ്പിൾ മീനിങ്ങും ഒരു ഏറ്റവും ചെറിയ ഡെഫിനേഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്സ്. നമ്മൾ ഫസ്റ്റ് മീനിങ് തന്നെ പറഞ്ഞു, എന്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന, അതിന് കുറേ മെത്തഡോളജീസും അതിന് കുറേ മെത്തേഡ്സും അതിന് കുറേ രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസർച്ചുകൾ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ എക്സാമ്പിളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഔട്ട് ഓഫ് ദി ബ്ലൂ അല്ലെങ്കിൽ സഡനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു റിസർച്ച് ചെയ്യാൻ പറ്റില്ല. അതിനൊരു പ്രോപ്പറായിട്ട് പ്ലാനിങ്ങും എക്സിക്യൂഷനും അനാലിസിസും കാര്യങ്ങളൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. തേർഡ് വൺ പറയുന്നത് എംപിരിക്കലാണ്. എംപിരിക്കൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ റിയൽ ടൈമിലുള്ള ഡാറ്റാസിനെ ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഒരു പ്രൊജക്റ്റോ റിസർച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, നമ്മൾ റിയൽ ലൈഫ് ഡേറ്റാസ് അല്ലെങ്കിൽ റിയൽ ടൈം ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് കൊണ്ടാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എംപിരിക്കൽ എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഗ്യാദേഴ്സ് ന്യൂ നോളജ്. നമുക്ക് ഇൻഫർമേഷൻ ലാക്കായിട്ടുള്ള ഒരു ഏരിയയിൽ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ എന്ന രീതിയിലൊക്കെ പുതിയ നോളജിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്വയർ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, റിസർച്ച് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്, എംപിരിക്കലാണ്, വിച്ച് മീൻസ് റിയൽ ഡേറ്റാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്യാദേഴ്സ് ന്യൂ നോളജ്. നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻ നേച്ചർ. നമ്മളെ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ എൻക്വയർ ചെയ്യാന്നുള്ള ഒരു ഹ്യൂമൻ നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ളൊരു നേച്ചറാണ് റിസർച്ചിന് ഉള്ളത്.
റെക്കോർഡഡ് ആൻഡ് റിപ്പോർട്ടഡ് കെയർഫുള്ളി. നമ്മൾ വെറുതെ ഒരു ഫോർ ദ സേക്ക് ഓഫ് റിസർച്ച് ഒരു ഡേറ്റ കളക്ട് ചെയ്യുക, റിസർച്ച് ചെയ്യുക മാത്രം ചെയ്താൽ പോരാ. നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസിനെ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ അതിൻ്റെ നീഡഡ് പാർട്ടീസിൽ നമ്മളത് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ ഇറ്റ് ഈസ് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്, റിസർച്ച് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, ലോജിക്കൽ ആൻഡ് ഒബ്ജക്റ്റീവ്. നമ്മളെപ്പോഴും ബേസ്ഡ് ഓൺ റീസണിങ് ആണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡും ആണ്, ലോജിക്കലുമാണ്. അതേപോലെ തന്നെ പേഴ്സണൽ ബയാസസ് എന്നെല്ലാം എന്താണ്, ഫ്രീ ആയിരിക്കണം എന്ത്, ഒരു റിസർച്ച് എന്ന് പറയുന്നത്. ഇതാണ് 8 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. എല്ലാ റിസർച്ചുകൾക്കും എന്തുണ്ടാവും, ഏത് ഏരിയയിലുള്ള റിസർച്ച് ആണെങ്കിലും ഇങ്ങനെയൊരു 8 ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക, കാരണം നിങ്ങൾക്കൊരു 4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരാൻ, 6 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് റിസർച്ച് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട്. ഇനി അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്. അത് ആ ഹെഡിങ് ഒന്ന് ജസ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടു ഇവാലുവേറ്റ് ഇൻഫർമേഷൻ, നമ്മളുടെ അടുത്തുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ റിലയബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേണ്ടിയിട്ട് നമ്മൾ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യും. ടു ഡിസ്കവർ റിയൽ ഫാക്ട്സ്, പറഞ്ഞ പോലെ ഇൻഫർമേഷൻ ലാക്ക് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്കൊരു ഏരിയയിൽ പെർട്ടിക്കുലർ പഠിക്കേണ്ട സമയത്തൊക്കെ കാര്യങ്ങൾ, റിയൽ ഫാക്ട്സിനെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യും. ടു അച്ചീവ് ന്യൂ തോട്ട്സ് ഓർ ഐഡിയാസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തിയറീസും കോൺസെപ്റ്റ്സും മോഡൽസും ഒക്കെ, പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും, റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ടു ടെസ്റ്റ് ഹൈപ്പോത്തസിസ്. ഈ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ടേം ഇമ്പോർട്ടൻ്റ് ആണ്, ലേറ്റർ ഓൺ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പം അത് അസംഷൻസ് ആണ്. അതായത് നമുക്ക് സർട്ടൈൻ കാര്യങ്ങളുടെ പുറത്ത് വി ഹാവ് സർട്ടൈൻ കൈൻഡ് ഓഫ് അസംഷൻസ് ആൻഡ് പ്രഡിക്ഷൻസ്. ഈ അസംഷൻസും പ്രഡിക്ഷൻസിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. ഈ ഹൈപ്പോത്തസിസുകൾ കറക്റ്റാണോ അല്ലെങ്കിൽ ട്രൂ ആണോ അല്ലെങ്കിൽ റോങ് ആണോ എന്നൊക്കെ അറിയാൻ, അല്ലെങ്കിൽ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും, റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ടു ഡിസൈൻ ഓർ ഇംപ്ലിമെൻറ്റ് റിസർച്ച് മെത്തേഡ്സ്, സ്യൂട്ടബിൾ ടെക്നിക്സ്, ഡാറ്റ കളക്ഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ ടെക്നിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും, റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യും. ടു ഇംപ്രൂവ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് നമ്മുടെ ടു ഇൻക്രീസ് അവർ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ആൻഡ് നോളജ്, ഇതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ എന്താണ്, നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്. ഈ ഒരു പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യും. ഇനി ക്വാളിറ്റീസ് ഓർ ക്രൈറ്റീരിയ ഓഫ് എ ഗുഡ് റിസർച്ച്, നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു പ്രൊജക്റ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്തൊക്കെ അത് ഏറ്റവും ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എപ്പോഴും ഒരു സൗണ്ട് ആയിട്ടുള്ള റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കണം, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, നമ്മൾ പ്രോബ്ലം ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എവറി റിസർച്ച് പ്രൊജക്റ്റ്. നമ്മളെപ്പോഴും ഫസ്റ്റ് ഒരു പ്രോബ്ലമാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് റിസർച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. സിസ്റ്റമാറ്റിക് മെത്തഡോളജി, അതായത് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സയൻറ്റിഫിക് മെത്തേഡ്സ് അല്ലെങ്കിൽ ഒരു ലോജിക്കൽ സീക്വൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ലിറ്ററേച്ചർ റിവ്യൂ, അതായത് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഏരിയയിൽ നമുക്ക് മുന്നേ ആ ഏരിയയിൽ റിസർച്ച് ചെയ്തിട്ടുള്ളവരുടെ വർക്കുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, അനലൈസ് ചെയ്തിട്ടുണ്ടാവണം. അവരുടെ ഫൈൻഡിങ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. റെലവൻറ്റ് ഡേറ്റ, ഇപ്പോഴും മീനിങ് ഫുൾ ആയിട്ടുള്ള ഡേറ്റ സോഴ്സസ് യൂസ് ചെയ്തിട്ടും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ളത്. സ്യൂട്ടബിൾ അനാലിസിസ് മെത്തേഡ്, ഓരോ റിസർച്ചുകൾക്കും ഓരോ ടൈപ്പ് അനാലിസിസുകളായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവായിട്ടും ക്വാളിറ്റേറ്റീവായിട്ടുള്ള അനാലിസിസുകളായിരിക്കും. സോ നമ്മൾ റിസർച്ച് ചെയ്താണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അനാലിസിസ് എടുക്കണം. ജനറലൈസബിൾ, അതായത് നമ്മളൊരു റിസർച്ച് ഒരു ചെറിയ ഡേറ്റനെ വെച്ചിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദി എൻഡ് നമ്മൾ അനാലിസിസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പം അതിനെ ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് ഫൈൻഡിങ്സിനെ ജനറലൈസ് ചെയ്ത് നമുക്ക് ഒരു എൻറ്റയർ പോപ്പുലേഷനിൽ നമ്മൾ ആ ഒരു ഫൈൻഡിങ്ങിനെ
ജനറലൈസ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. ഗൈഡഡ് ബൈ ലോജിക്, റാഷണൽ അപ്രോച്ചസ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്യുവർലി ബേസ്ഡ് ഓൺ ലോജിക് ആയിരിക്കണം. എക്സ്റ്റേണൽ വാലിഡിറ്റി പറഞ്ഞ പോലെ അതർ കോണ്ടെക്സ്റ്റിലേക്കും അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള സെറ്റിങ്സിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. റെപ്ലിക്കബിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ്, അതെല്ലാ റിസർച്ചും എപ്പോഴും എന്തായിരിക്കണം? ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, ഇങ്ങനെ ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്. സോ ഈ 9 ക്വാളിറ്റീസാണ് ഒരു ഗുഡ് റിസർച്ചിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഹു ഇസ് എ റിസർച്ചർ? നത്തിങ് ബട്ട് ദ പേഴ്സൺ ഹൂ കണ്ടക്ട്സ് എനി കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, പ്രോജക്ട്സ് ഓർ റിസർച്ച്. അത് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസർച്ചർ എന്ന് പറയുന്നത്. ഇനി റിസർച്ചർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസാണ് എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള നോളജ്. ഏത് ഏരിയയിലാണോ റിസർച്ച് ചെയ്യുന്നത് അവിടെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഒബ്സർവേഷൻ ആൻഡ് ലിസണിങ് സ്കില്ല് നല്ല പോലെ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഡേറ്റാസിനെയും സിറ്റുവേഷൻസിനെയൊക്കെ ഒബ്സർവ് ചെയ്തും പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെപ്പോഴും നല്ലൊരു റിസർച്ചറായിട്ട് മാറുന്നത്. അക്വറസി ഇൻ ടേംസ് ഓഫ് ദ റിസർച്ചർ ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ്, അല്ലെങ്കിൽ എറർ ഫ്രീ ആയിട്ടുള്ളൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇൻ ഓൾ ആസ്പെക്റ്റ്, ഡാറ്റ കളക്ഷൻ ആണെങ്കിലും പ്രസൻറ്റേഷൻ ആണെങ്കിലും അനാലിസിസ് ആണെങ്കിലും എല്ലാത്തിലും ഒരു അക്വറസി കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പേഷ്യൻസ്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. ബിക്കോസ് റിസർച്ച് കണ്ടെയ്ൻസ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ഒരുപാട് ടൈം റിക്വയർഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അൺബയാസ്ഡ് അപ്രോച്ച്, നമ്മൾ ഒരു സ്റ്റേജിലും ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു സെർട്ടൈൻ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ആ ഡേറ്റാസിനെ അല്ലെങ്കിൽ റിസർച്ചിനെ നമ്മൾ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇൻട്രസ്റ്റ് ആൻഡ് ക്യൂരിയോസിറ്റി ടുവേർഡ്സ് ദ വർക്ക് വി ആർ ഡൂയിങ്, ദ ഏരിയ ഓഫ് റിസർച്ച്, ദ പ്രോബ്ലം, അതിനോടൊക്കെ നമുക്ക് എന്തുണ്ടായിരിക്കണം? പ്രോപ്പർ ഇൻട്രസ്റ്റും ഒരു ക്യൂരിയോസിറ്റി മൈൻഡ് സെറ്റും ഉണ്ടായിരിക്കണം. അനലറ്റിക്കൽ skills, every research should be properly analyzed and the findings should be presented. So proper ആയിട്ടുള്ളൊരു അനലറ്റിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. ഇനി റോൾ ഓഫ് റിസർച്ച് ഇൻ ബിസിനസ്, നമ്മൾ ബിസിനസ് ആസ്പെക്റ്റിൽ, ബീയിങ് എ കൊമേഴ്സ് സ്റ്റുഡൻസ്, ബിസിനസ് ആസ്പെക്റ്റിൽ എന്തെല്ലാം റോളാണ് വരുന്നതെന്നാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ആ പോയിൻറ്റ്സ് ഒന്ന് റീഡ് ഔട്ട് ചെയ്താൽ മാത്രം മതി. ടെസ്റ്റിംഗ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ്, ബിസിനസ്സിലൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കസ്റ്റമർ സൈഡിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. സ്റ്റഡിയിങ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്, റിക്രൂട്ട്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വിച്ച് മീൻസ് ലോജിസ്റ്റിക്സ് കാര്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് റിസർച്ചേഴ്സ് കണ്ടക്ട് ചെയ്യേണ്ടി വരും. ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ ലോവർ ലെവലായിട്ടും മിഡിൽ ലെവലായിട്ടും ഹയർ ലെവലായിട്ടൊക്കെയുള്ള ഡിസിഷൻസ് ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, നമ്മുടെ പ്രൊഡക്റ്റിനും മാർക്കറ്റിലുള്ള സപ്ലൈ ഡിമാൻഡ് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകൾ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് റിസർച്ചുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരും. സ്വാട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. നമ്മുടെ ബിസിനസ് റൺ ചെയ്യുന്ന സമയത്താണെങ്കിലും അത് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്തായാലും ഒക്കെ നമ്മൾ എപ്പോഴും ചെയ്തിരിക്കേണ്ടതാണ് ഈ സ്വാട്ട് അനാലിസിസ് എന്ന് പറയുന്നത്, ഒരു ബിസിനസ്സിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാതെ ഒരു റിസർച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബേസിക്കലി നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാകും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് കളക്ടിങ്, ഓർഗനൈസിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ന്യൂമറിക്കൽ ഡേറ്റ ടു എയ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കാര്യങ്ങൾ ന്യൂമറിക്കൽ ഡേറ്റാസ് ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടും അനലൈസ് ചെയ്തുകൊണ്ടും ഓർഗനൈസ് ചെയ്തുകൊണ്ടൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൂളിനെയാണ്, അല്ലെങ്കിൽ ഒരു ഫിനോമിന, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതൊരു സയൻസാണ്. എന്തിൻ്റെ സയൻസാണ്? ഡേറ്റാസിനെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ സയൻസാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒരു ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്താൽ മാത്രം മതി. അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ് ആണ്, അഫക്റ്റഡ് ബൈ മൾട്ടിപ്പിൾ കോസസ്, ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് ആണ്, സിസ്റ്റമാറ്റിക്കലി കളക്റ്റഡ് ആണ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പർപ്പസ് ഡ്രിവൺ, അതേപോലെ ഇൻ്റർ റിലേറ്റഡ്, ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു നേച്ചറാണ്. ഇനി എന്തിനൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്? പ്രസൻറ്റ് ഫാക്ട്സ് ഇൻ
ഡെഫിനിറ്റ് ഫോം. നമുക്ക് ഒരുപാട് ഡേറ്റ കിട്ടിയിട്ടുണ്ടാകും നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത്. ഇതിനൊക്കെ ഡെഫിനിറ്റായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്ത് ചാർട്ടുകളായിട്ടും ടേബിൾസ് ആയിട്ടും ഗ്രാഫ്സ് ആയിട്ടൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്താണ്, അതൊരു ഡെഫിനിറ്റ് ഫോമിലേക്ക് അത് കൺവേർട്ട് ആവും. ആഡ്സ് പ്രിസിഷൻ ടു ഫാക്ട്സ്. നമ്മൾ മെഷറബിൾ ഫോർമാറ്റിലേക്ക്, ഇപ്പോൾ ഗ്രാഫ് ആണെങ്കിലും നമ്മൾ അനാലിസിസുകൾ ചെയ്യുന്ന സമയത്തായാലും ചാർട്ടുകളാണെങ്കിലും ഇതൊക്കെ മെഷറബിൾ ആയിട്ടുള്ളതാണ്. കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് ഫൈൻഡിങ്സ് എന്നുള്ളത് അനാലിസിസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഹെൽപ്സ് ഇൻ കമ്പാരിസൺ. 2 വേരിയബിൾസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു അസംഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് മാൻഡേറ്ററി ആണ്. ഫോർകാസ്റ്റിംഗ്, നമുക്ക് ഫ്യൂച്ചർ ഡിമാൻഡ് ആയാലും സപ്ലൈ ആയാലൊക്കെ ഫ്യൂച്ചർ ഡിസിഷൻസിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പോളിസി ഫോർമുലേഷൻ, ഹയർ ലെവലിലുള്ള പോളിസീസിലൊക്കെ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് നീഡഡ് ആണ്. മെഷേഴ്സ് അൺസർട്ടനിറ്റീസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, റിസ്ക് റിലേറ്റഡ് ടു ഡിസിഷൻ മേക്കിംഗ്, നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പം അതിൽ വരുന്ന റിസ്ക് ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് വേരിയസ് ഫീൽഡിൽ. ഇപ്പം പ്ലാനിങ് സ്റ്റേജിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യം വരുന്നുണ്ട്. മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യൽ സയൻസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, എവ്രിവെയർ ദർ ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. എപ്പോഴും നമുക്ക് ഡേറ്റാസ് റിലേറ്റഡ് ആയിട്ട് എന്തുണ്ടോ അവിടെയൊക്കെ എന്തുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും. റിസർച്ചിൻ്റെ ഏരിയയിലൊക്കെ അതൊക്കെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ചെറിയ ബ്രീഫ് നിങ്ങൾ പഠിച്ചാൽ മതി. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ സെൻസിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളെ ഡെയിലി ലൈഫിൽ അല്ല. നെക്സ്റ്റ് പറയുന്നത് വാല്യൂ ഓഫ് ഇൻഫർമേഷൻ, VOI. ഇതെന്താണെന്നൊക്കെ ചിലപ്പോൾ ഒരു 2 മാർക്സിനൊക്കെ 3 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. വാല്യൂ ഓഫ് ഇൻഫർമേഷൻ റെഫേഴ്സ് ടു ദ മോണിറ്ററി വർത്ത് ഓർ ബെനിഫിറ്റ് ഓഫ് ഹാവിങ് അക്യുറേറ്റ് ആൻഡ് ടൈംലി ആൻഡ് റെലവൻറ്റ് ഇൻഫർമേഷൻ ബിഫോർ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ അക്യുറേറ്റ് ആയിട്ടും റെലവൻ്റ് ആയിട്ടും ടൈംലി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കുന്നതിൻ്റെ മോണിറ്ററി വർത്തിനെ അതിനൊരു മോണിറ്ററി ആസ്പെക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, VOI അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ഇൻഫർമേഷൻ, സ്ട്രക്ചേർഡ് ഇൻഫർമേഷൻ, അക്യുറേറ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ പ്രോസസ്ഡ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതിന് സർട്ടൈൻ മോണിറ്ററി വർത്ത് ഉണ്ട്. അതല്ലെങ്കിൽ അതിനെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് വാല്യൂ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്രൈറ്റീരിയാസ്, ഒരു നല്ല VOI ആവണം എന്നുണ്ടെങ്കിലുള്ള ക്രൈറ്റീരിയാസ് എല്ലാത്തിനും ഉള്ള പോലെ ക്രൈറ്റീരിയാസൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു 5 പോയിൻ്റ് കോമൺ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് എവ്രിവെയർ, ലൈക്ക് എല്ലാത്തിലും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അക്യുറസി, കൺസിസ്റ്റൻസി, ആപ്ലിക്കബിലിറ്റി, ക്ലാരിറ്റി, ഇതൊക്കെ മോർ ഓർ ലെസ് സിമിലർ ടേംസ് ആണ്. കംപ്ലീറ്റ്നെസ് ഉണ്ടായിരിക്കണം, കൺസൈസ് സെൻസ്, അതേപോലെ കൺവീനിയൻസ്, ആക്സസബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, റിലയബിലിറ്റി, ഇത്തരത്തിലൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പം ഇതൊരു 10 പോയിൻ്റ് ഉണ്ട്, ഒരു 4 പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി കോസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ, ആ ടേമിലുള്ള പോലെ തന്നെ എക്സ്പെൻസസ് ഇൻവോൾവ് ഇൻ അക്വയറിങ്, പ്രോസസ്സിങ്, സ്റ്റോറിങ് ഓർ ഡെലിവറിങ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിലും അക്വയർ ചെയ്യുന്നതിലും അത് പ്രോസസ്സ് ചെയ്യുന്നതിലും സ്റ്റോർ ചെയ്യുന്നതിനൊക്കെ റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് അതിൽ ഡയറക്റ്റ്, വളരെ ഡയറക്റ്റായി പർച്ചേസ് ചെയ്യുന്ന സമയത്തും സബ്സ്ക്രിപ്ഷൻ ടുവേർഡ്സ് ഡാറ്റാബേസ്, ഇങ്ങനെയൊക്കെ വരുന്ന ഡയറക്റ്റ് കോസ്റ്റുകളുണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റുകളുണ്ട്, എംപ്ലോയി എഫേർട്ട്, ഇങ്ങനെ വെരി ഡയറക്റ്റ് അല്ലാതെ വരുന്ന കോസ്റ്റുകളുണ്ട്, അതേപോലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ. അപ്പം ഇത്രയാണ് കോസ്റ്റ് ഓഫ് ഇൻഫർമേഷനിൽ വരുന്നത്. കോസ്റ്റ് ഓഫ് ഇൻഫർമേഷനും അതേപോലെ തന്നെ വാല്യൂ ഓഫ് ഇൻഫർമേഷൻ, അതൊരു ടേം മാത്രം പഠിച്ചു വെച്ചാൽ മതി. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ അല്ല, എന്നാലും ഒരു 2 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ബിസിനസ് റിസർച്ച്? ഇത്രയും നേരം നമ്മൾ ജനറലായിട്ട് റിസർച്ച് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ ഏരിയയിലേക്ക് കടക്കുന്നത്, വിച്ച് ഈസ് ബിസിനസ് റിസർച്ച്. വാട്ട് ഈസ് ബിസിനസ് റിസർച്ച്? നത്തിങ് ബട്ട് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എനി കൈൻഡ് ഓഫ് റിസർച്ചിനെ നമുക്ക് എന്ത് പറയാം, ബിസിനസ് റിസർച്ച്. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് എഴുതിയാൽ മതി. വാട്ട് ഈസ് ബിസിനസ് റിസർച്ച്? ഇറ്റ് ഈസ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ്. അതിലെന്തൊക്കെ വരും? മാർക്കറ്റ് റിസർച്ച്, ഫിനാൻഷ്യൽ റിസർച്ച്, ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ റിസർച്ചുകളും, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ
ഇഷ്യൂസിനും ഫൈൻഡിങ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ചുകളെ ബിസിനസ് റിസർച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാലും ജനറൽ ബിസിനസ് റിസർച്ച് ജനറൽ റിസർച്ചിനുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കോമൺ പോയിൻറ്റ്സ് ഒന്ന് ആഡ് ചെയ്താൽ മതി. പ്രോസസ് ബൗണ്ട് ആണ്, ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആണ്, ഇൻ്റർ ഡിസിപ്ലിനറി, എക്കണോമിക് സൈക്കോളജി ഒക്കെ പോലെ മൾട്ടി ഡിസിപ്ലിൻസ് എന്ന് ഉള്ള എൻട്രി നമുക്ക് കാണാൻ പറ്റും. മൾട്ടി ഡയമെൻഷണൽ ആണ്, പല ഏരിയാസിൽ മാർക്കറ്റിംഗ്, HR, ഫിനാൻസ്, പ്രൊഡക്ഷൻ ഇതിലൊക്കെ നമ്മൾ റിസർച്ച് നടത്തുന്നുണ്ട്. പെർഫോമൻസ് ടെസ്റ്റ്, ഫ്ലെക്സിബിൾ, ഡിമാൻഡ് ഡ്രിവൺ, ഇത്തരത്തിലൊരു കുറച്ചധികം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കോമൺ റിസർച്ചിൻ്റെ ഫീച്ചേഴ്സും എഴുതാം, അതിൻ്റെ കൂടെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും നിങ്ങൾക്ക് എഴുതാം. ഇനിയാണ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ, ഈ ഒരു ബിസിനസ് റിസർച്ച് മെത്തഡോളജി പേപ്പറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ജനറലി റിസർച്ച് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഇതിന് ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. റിസർച്ചിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് എന്ത് മാറുന്നുണ്ട്, ആ ടൈപ്പ് അതിൻ്റെ ഒരു നെയിം ചേഞ്ച് ആകുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കുറേ ടൈപ്പ് റിസർച്ചുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊരു 6-7 എണ്ണം നിങ്ങൾ പഠിച്ചിരിക്കുക. essay ചോദിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഇനി essay ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതിലേതെങ്കിലും ഒരു പെർട്ടിക്കുലർ റിസർച്ചിനെ കുറിച്ചിട്ട് ഷോർട്ട് essay ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതേപോലെ 2 മാർക്സ് ക്വസ്റ്റ്യൻസിലും 3 മാർക്ക് ക്വസ്റ്റ്യൻസിലും, ഇത് മുന്നേ അത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഇപ്പം FIUGയിൽ അത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, അവിടെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് ബേസിക് റിസർച്ച്. ബേസിക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് വരേണ്ടത് പ്യുവർ ഓർ ഫണ്ടമെൻ്റൽ. ഇവിടെ നമ്മളൊരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടോ ഇങ്ങനെ അതിനു വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ബേസിക് റിസർച്ചുകൾ നടത്തുന്നത്. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഗെയിൻ നോളജ്, ഒരു ഏരിയയിൽ കുറച്ചധികം നോളജ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന റിസർച്ചുകളാണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പ്യുവർ റിസർച്ച്, ഫണ്ടമെൻ്റൽ റിസർച്ച്, തിയററ്റിക്കൽ റിസർച്ച് എന്നൊക്കെ ഇതിൻ്റെ അതർ നെയിംസ് ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നോളജ് അക്വയർ ചെയ്യുക എന്നുള്ള ആ ഒരു സേക്കിന്, ഫോർ ദ സേക്ക് ഓഫ് അക്വയറിങ് നോളജ്, അതിനാണ് നമ്മളിത് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾസും അതേപോലെ തിയറീസും ലോസൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, നമ്മളൊരു ഏരിയ സ്റ്റഡി ചെയ്യാണ്. ഇപ്പം എന്താണ്, നമ്മൾ ഒരു പ്രോബ്ലമായിട്ട് അല്ലെങ്കിൽ അതൊരു സൊല്യൂഷൻ കണ്ടെത്തുക അല്ലെങ്കിൽ ഇതിന് പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി എന്തിനില്ല, ബേസിക് റിസർച്ചുകൾക്ക് ഇല്ല. ഇത് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്യുവർലി ഫോർ ദ അക്വിസിഷൻ ഓഫ് നോളജ്, അതിനുവേണ്ടി മാത്രം കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇനി പറയുന്നത് അപ്ലൈഡ് റിസർച്ച്. അത് ബേസിക് റിസർച്ച് നിന്ന് ഡിഫറെൻ്റ് ആണ്. ഇതെന്താണ്, കുറച്ചും കൂടെ പ്രോബ്ലം സ്പെസിഫിക് ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള റിസർച്ചുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ എന്തുണ്ടാവും, റിയൽ ലൈഫ് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഫൈൻഡിങ്സ് ഓഫ് ബേസിക് റിസർച്ച്, ബേസിക് റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് എന്നായിരിക്കണം ചിലപ്പം അപ്ലൈഡ് റിസർച്ചുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. പ്രോബ്ലം അല്ലെങ്കിൽ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രോബ്ലത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത്. യൂസസ് എക്സിസ്റ്റിംഗ് തിയറീസ് ടു ഫൈൻഡ് സൊല്യൂഷൻസ്, തിയറീസ് ഒക്കെ നമ്മൾ അതിൽ എടുക്കുന്നുണ്ടാവും. ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അപ്ലൈഡ് റിസർച്ചിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് എ ന്യൂ കസ്റ്റമർ ഫീഡ്ബാക്ക് സിസ്റ്റം ടു റിഡ്യൂസ് കംപ്ലയിൻറ്റ്സ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കംപ്ലയിൻറ്റ്സ് വരുന്നു. സോ ആ ഒരു പ്രോബ്ലത്തിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ കസ്റ്റമർ ഫീഡ്ബാക്ക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു അപ്ലൈഡ് റിസർച്ച് നടത്താണ്. അതിനെന്തുണ്ടാവും, ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഒരു ഔട്ട്പുട്ട് അതിന് ഉണ്ടാവും. ഇനി ഇവിടെ ഒരു കമ്പാരിസൺ ടേബിൾ കൊടുത്തിട്ടുണ്ട്. മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട്. 3 മാർക്സിനൊക്കെ ചോദിക്കാം. ഒരു 3-4 ഡിഫറൻസസ് പഠിച്ചു വെക്കുക. അതിൻ്റെ മീനിങ് ആദ്യം ഒന്ന് എഴുതുക, രണ്ടും എന്താണെന്നുള്ളത് എഴുതുക. ഓറിയൻറ്റേഷൻ, നേച്ചർ, യൂസ്, എവിടെ യൂസ് ചെയ്യുന്നത്, റിപ്പോർട്ട്, ലാംഗ്വേജ്, എക്സാമ്പിൾ. ഒരു മീനിങ്ങും അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും അതിൻ്റെ ഒരു കോമൺ നേച്ചറും അതിൻ്റെ കൂടെ ഒരു എക്സാമ്പിളും കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് 3 മാർക്സ്. ഇനി എക്സ്പ്ലറേറ്ററി റിസർച്ച്. എക്സ്പ്ലറേറ്ററി റിസർച്ച് ആ ടേമിൽ തന്നെ ഉണ്ട്, എക്സ്പ്ലോർ ചെയ്യാണ്. നമ്മളൊരു സർട്ടൈൻ ടോപ്പിക്കിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട്
അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു ടോപ്പിക്കിനെ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുന്ന കൈൻഡ് ഓഫ് റിസർച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. എല്ലാം അതിൻ്റെ ടേമിലുണ്ടാവും. ബേസിക് ആണെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു റിസർച്ച് അതിൻ്റെ ടേമിലുണ്ട്. അപ്ലൈഡ് ആണെങ്കിൽ ഇത് ആപ്ലിക്കേഷൻ ലെവലിലുള്ളൊരു റിസർച്ചാണ്. എക്സ്പ്ലോറേറ്ററി എന്ന് പറയുമ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാണ്, ഒരു ഏരിയ ഓഫ് സ്റ്റഡീസിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്. ന്യൂ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യും, ഡിഫൈൻ ഓർ ക്ലാരിഫൈ ദ പ്രോബ്ലം, അതേപോലെ സർട്ടൻ വേരിയബിൾസിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഇത്തരത്തിൽ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എ കമ്പനി എക്സ്പ്ലോറിങ് ഇഫ് ദർ ഇസ് എ മാർക്കറ്റ് ഫോർ ന്യൂ എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ്. എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റിൽ അതിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ്. ഒരു സർട്ടൈൻ വേരിയബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എയിം ടു ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ ഓർ എ ഫിനോമിന. നമ്മളൊരു സർട്ടൈൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സർട്ടൈൻ വേരിയബിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പഠിക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച്. ഇതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് എന്നും കൂടെ പറയും കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് എന്നും കൂടെ പറയും. വാട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലൈക്ക് ഒരു റീസണിങ് അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നടക്കുന്നു എന്നുള്ളൊരു വാട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നടക്കുന്നത്. സർവേസും ഒബ്സർവേഷൻ മെത്തേഡ്സും കേസ് സ്റ്റഡീസൊക്കെയാണ് ഇതിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അത്തരം ഏരിയസിലേക്കൊക്കെ നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂൾസിലൊക്കെ പോവും. അതുപോലെ എ സർവേ മെഷറിംഗ് ദ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ പ്രിഫറിങ് ഓൺലൈൻ ഷോപ്പിംഗ്. സോ വൈ അല്ലെങ്കിൽ വാട്ട് എമൗണ്ട് ഓഫ് പീപ്പിൾ പ്രിഫറിങ് ഓൺലൈൻ ഷോപ്പിംഗ്, ആ ഒരു വാട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിസർച്ച് നടത്തുകയാണെങ്കിൽ വിച്ച് ഈസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇനി വരുന്നത് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഇത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചുകളാണ്. മെയിൻലി സയൻസ് ഏരിയാസിൽ, സയൻസ് ഫീൽഡുകളിലൊക്കെയാണ് ഈ പറഞ്ഞ എക്സ്പെരിമെൻ്റൽ റിസർച്ച് നടക്കുന്നത്. ബിസിനസ് ഫീൽഡിലും നടക്കാറുണ്ട്, ഇൻഡസ്ട്രി റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടക്കാറുണ്ട്. ബട്ട് നോർമലി എന്താണ് സയൻസ് റിലേറ്റഡ് സബ്ജക്ട്സിലാണ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ എക്സ്പെരിമെൻ്റൽ റിസർച്ച് നടത്തുന്നത്. ഡയഗ്നോസ്റ്റിക് റിസർച്ച് conducted to identify the cause of problem and understand why it occurred. ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊരു ഡയഗ്നൈസ് ചെയ്യാൻ നമുക്കത് ഫൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഡയഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ്. ഇവിടെ എന്താണ് ഒരു സർട്ടൈൻ പ്രോബ്ലത്തിൻ്റെ കോസസ് എന്തൊക്കെയാണെന്നുള്ളത് അല്ലെങ്കിൽ കോസ് പ്രിഫേർഡ് ആയിട്ടുള്ള കോസസ് സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ചാണിത്. ഡയഗ്നോസ് ദ അണ്ടർലൈങ് ഇഷ്യൂ, പിന്നെ ആ ഇഷ്യൂ എന്താണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക. അതേപോലെ അതിൻ്റെ കോസസിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുകയാണ്. ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള ടൂൾസും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഫേമിൽ കണ്ടിന്യൂസ് ആയിട്ട് സെയിൽസ് ഡിക്ലൈൻ വരുന്നു ലാസ്റ്റ് ഒരു 6 months ആയിട്ട്. സോ അതിൻ്റെ കോസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ഇവിടെ നമ്മൾ research is based on the measurement of quantity or numbers. ന്യൂമറിക്കൽ ഫിഗേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ്ലി ന്യൂമറിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഹൗ മച്ച്, ഹൗ മെനി, ഹൗ ഓഫൺ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ന്യൂമറിക്കലി ഉള്ള ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അത്തരം റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് അനലൈസിങ് കസ്റ്റമർ പ്രിഫറൻസസ് യൂസിങ് എ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ. അപ്പം അതിനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നെക്സ്റ്റ് അതിൻ്റെ തന്നെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഇവിടെ എന്താണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ആട്രിബ്യൂട്ട്സ്, ഒപ്പീനിയൻസ് ഇത്തരത്തിലുള്ള ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ബട്ട് എന്താണ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ പഠിക്കുന്നത്. വൈ ആൻഡ് ഹൗ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിനായിരിക്കും ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഇനി വരുന്നത് കൺസെപ്ച്വൽ റിസർച്ചാണ്. ഇത് 9ാമത്തെ ടൈപ്പാണ് കേട്ടോ. ഇത് കുറച്ച് അധികം ഉണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് എല്ലാം എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കോൺസെപ്ച്വൽ റിസർച്ച് ഈസ് ഫോക്കസ്ഡ് ഓൺ അബ്സ്ട്രാക്റ്റ് ഐഡിയാസ്, തിയറീസ് ഓർ കോൺസെപ്റ്റ്സ്. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിയറീസിനെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ
കോൺസെപ്റ്റ്സുകളെ പഠിക്കുക. ഇത്തരത്തിലൊക്കെ കൂടുതലും എംപിരിക്കൽ ഡേറ്റ ഇല്ലാതെ, വിത്തൗട്ട് ദ കളക്ഷൻ ഓഫ് എംപിരിക്കൽ ഡേറ്റ, റിയൽ ടൈം ഡേറ്റ കളക്ട് അധികം ചെയ്യാതെ നമ്മൾ എക്സിസ്റ്റിംഗ് ഏരിയാസിൽ നടത്തുന്ന തിയറീസിൻ്റെയും കോൺസെപ്റ്റ്സിൻ്റെയൊക്കെ വാലിഡിറ്റി ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നടക്കുന്നതാണ് കോൺസെപ്ച്വൽ റിസർച്ച്. ഇത് സോഷ്യൽ സയൻസിലാണ് നോർമലി, ഫിലോസഫി, തിയററ്റിക്കൽ സ്റ്റഡീസ് ആ ഒരു ഭാഗത്തേക്കാണിത് കൂടുതൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച്. ഇതെന്ന് വെച്ചാൽ സെയിം വേരിയബിൾസ് ഓർ സബ്ജക്റ്റ് ഓവർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ്. നമ്മൾ ഒരേ പീരീഡിൽ തന്നെ, ഒരേ വേരിയബിളിനെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ പഠിക്കുന്നു. സോ ഫോർ എക്സാമ്പിൾ 2025 നമ്മളൊരു വേരിയബിളിനെ എടുത്ത് പഠിക്കുന്നു, 2 വർഷം കഴിഞ്ഞിട്ടും ഇതേ വേരിയബിളിന് ആ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ളൊരു ചേഞ്ചസ് ഓവർ എ പീരീഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് ടൈം പീരീഡിലായിട്ട് നമ്മൾ സെയിം വേരിയബിൾസിനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഈ ഒരു ടൈപ്പ് റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിമുലേഷൻ റിസർച്ചാണ്. സിമുലേഷൻ റിസർച്ച് എന്ന് പറയുമ്പം, സിമുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസിനെ നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സിമുലേഷൻ എന്ന് പറയുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ എൻവിയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് റിയൽ ലൈഫ് കണ്ടീഷൻസിന് അനാലിസിസ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഈ സിമുലേഷൻ സ്പെസിഫിക് ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ സിമുലേഷൻസ് ഒക്കെ വെർച്വലായിട്ടോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടൊക്കെയുള്ള സിമുലേഷൻസ് കൊടുത്തുകൊണ്ട് നമ്മളൊരു റിസർച്ച് പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുന്ന അത്തരത്തിലുള്ള റിസർച്ചുകളെയാണ് നമ്മൾ സിമുലേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് ഏരിയ, which is phases of business research. നമ്മൾ നിങ്ങളിപ്പം 6th സെമസ്റ്ററിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്തായാലും ഒരു ആക്ച്വൽ റിസർച്ച്, ഒരു ഫുള്ളർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് there are certain steps involved in it. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ദ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഏരിയ ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ബിസിനസ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സെലക്ട് ദ ബിസിനസ് പ്രോബ്ലം. നമ്മൾ ഫേസ് ചെയ്യുന്ന ബിസിനസ് പ്രോബ്ലം എന്താണെന്നുള്ളത്, അതിന് സൊല്യൂഷൻ കണ്ടെത്താനായിരിക്കുമല്ലോ നമ്മൾ ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ ലിറ്ററേച്ചർ റിവ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ഏരിയയിൽ നമ്മുടെ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലം ഏരിയയിൽ നമുക്ക് മുന്നേ റിസർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റിസർച്ച് റിപ്പോർട്ടുകളെയും അവരുടെ ഫൈൻഡിങ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റഡി ചെയ്യും. അതിനാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. ഡിഫൈൻ ദ റിസർച്ച് പ്രോബ്ലം ഓർ ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ആ ഒരു ഏരിയ അനലൈസ് ചെയ്തിട്ടേ ഉള്ളൂ. ഈ ഒരു തേർഡ് സ്റ്റേജ് ആകുന്ന സമയത്ത് അതിനെ ഒരു ആക്ച്വൽ പ്രോബ്ലമായിട്ട്, ഒരു റിസർച്ച് ടോപ്പിക്കായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഫോം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് അസംഷൻസ് ആൻഡ് പ്രഡിക്ഷൻസ് ആണ്. സോ നമ്മളെ പോസിബിൾ ആൻസേഴ്സ് ടു ദ റിസർച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഗസ് ചെയ്യാണ് അവിടെ, ഇതായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്ത് വരുമ്പം ആ റിസൾട്ട് ആയിരിക്കണം എന്നില്ല ഉണ്ടാവുക, അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ നമ്മൾ വി ആർ മേക്കിംഗ് സർട്ടൈൻ പോസിബിൾ ആൻസേഴ്സ് ഓർ വി ആർ മേക്കിംഗ് സർട്ടൈൻ അസംഷൻസ് ആൻഡ് പ്രഡിക്ഷൻസ് വിച്ച് ഈസ് കോൾഡ് ഹൈപ്പോത്തസിസ്. ആ ഹൈപ്പോത്തസിസുകളായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. പ്രിപ്പയർ എ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ പ്ലാനാണ്. ആക്ച്വൽ വലിയ റിസർച്ചൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ആക്ഷൻ പ്ലാനുകൾക്ക് എല്ലാത്തിനും ഒരു മിനിയേച്ചർ ആക്ഷൻ പ്ലാനുകൾ വേണം അല്ലേ. സോ അതാണ് എന്ത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഹൂ വിൽ യു സ്റ്റഡി, ഇത് സാമ്പിൾ എത്രയാണ്, എന്ത് മെത്തേഡാണ് ഡാറ്റ കളക്ഷൻ എടുക്കുന്നത്, വാട്ട് ടൂൾസ്, എന്ത് ടൂൾസാണ് നമ്മൾ എടുക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു മിനിയേച്ചർ പ്ലാൻ. നെക്സ്റ്റ് കളക്ഷൻ ഓഫ് ഡേറ്റ. പ്ലാൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട വേരിയബിൾസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ വേരിയബിൾസ് വെച്ചിട്ടുള്ള നമ്മുടെ പോപ്പുലേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ വേണം. ആ ഡേറ്റാസിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു. 2 സോഴ്സസ് ആണുള്ളത്, പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നു. പ്രോപ്പർ ടൂൾസ് യൂസ് ചെയ്ത്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. once we done with the analysis, then we are moving into the interpretation. അതിൽ നമ്മൾ അനാലിസിസ് ചെയ്ത സമയത്ത് ചാർട്ടും ബാർസും വേറെ എന്തെങ്കിലും അനാലിസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡേറ്റാസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടൻ ഫൈൻഡിങ്സ് കിട്ടും. ആ ഫൈൻഡിങ്സിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും.
റിപ്പോർട്ടിനൊക്കെ സ്ട്രക്ചേർഡ് ഫോർമാറ്റ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ പിന്നീട് പറയും. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തിട്ട് ഫൈനലി വി ആർ മേക്കിംഗ് ദ ഡിസിഷൻ. ബെറ്റർ ഡിസിഷൻ, നമ്മളെ പ്രോബ്ലം ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടിട്ടുള്ള പ്രോബ്ലം എന്താണോ അതിനൊരു ബെറ്റർ സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ബിസിനസ്സിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഞാനും നേരത്തെ യൂസ് ചെയ്തൊരു ടേമാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് എന്ന് നിങ്ങൾ മാത്തമാറ്റിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള എല്ലായിടത്തും ഉള്ളൊരു ടേമാണ് ഈ വേരിയബിൾ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് വേരിയബിൾ? എ വേരിയബിൾ ഇസ് സംതിങ് ദറ്റ് ക്യാൻ ചേഞ്ച് ഓർ ബി മെഷേർഡ് ഇൻ എ സ്റ്റഡി. ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ചേഞ്ചസ് വരുന്നതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. മെഷേർഡ് ആണ്, ഇറ്റ് ഈസ് മെഷേർഡ്. എപ്പോഴും നമ്മളൊരു റിസർച്ചിലൊരു വേരിയബിളിനെ ആയിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ക്യാൻ ടേക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഓർ ടൈപ്സ്. ഒരു വേരിയബിളിനെ സംബന്ധിച്ചിടത്തോളം എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണെങ്കിൽ അതിന് മൾട്ടിപ്പിൾ വാല്യൂസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ടൈപ്സ് ഓഫ് വേരിയബിൾ ഇവിടെ പറയുന്നുണ്ട്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വേരിയബിൾ മറ്റൊരു വേരിയബിളിൻ്റെ ഹാപ്പനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. ഇറ്റ് ചേഞ്ചസ് ബിക്കോസ് ഓഫ് സംതിങ് എൽസ്. വേറെ വൈ എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ ചേഞ്ച് വരുന്ന സമയത്ത് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ എക്സ് എന്താണ്, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. ടു ഹൂം, വൈ എന്ന് പറയുന്ന വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, നേരത്തെ പറഞ്ഞ ഡിപ്പെൻഡൻസി ഇല്ലാത്ത വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മോഡറേറ്റിംഗ് വേരിയബിൾസ് ആണ്. എ ഫാക്ടർ ദാറ്റ് ചേഞ്ചസ് ദ സ്ട്രെങ്ത് ഓർ ഡയറക്ഷൻ ഓഫ് ദ എഫക്റ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് നമ്മളൊരു സർട്ടൈൻ ഏരിയാസിൽ അല്ലെങ്കിൽ ചേഞ്ച് വരുന്ന സമയത്ത് അത് മറ്റതിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിൽ നമ്മൾ കാണുന്നതാണ് മോഡറേറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി വരുന്നത് ഇൻ്റർവെനിങ് വേരിയബിൾ ആണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാണ്, അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള അല്ലെങ്കിൽ അത് തമ്മിലുള്ള എഫക്ട്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഇൻ്റർവെനിങ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ടൈപ്സ്. വേരിയബിൾ എന്താണ്, ടൈപ്സ് ഓഫ് വേരിയബിൾ എന്താണ്, ഇത്രയാണ് വരുന്നത്. നിങ്ങൾ വേരിയബിൾ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക, അതിൻ്റെ ഒരു ടൈപ്പ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക. ഇനി വരുന്നത് പ്രൊപ്പോസിഷൻസ് ആൻഡ് ഹൈപ്പോത്തസിസ് ആണ്. പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സംതിങ് ഒബ്സർവബിൾ ദാറ്റ് ക്യാൻ ബി ട്രൂ ഓർ ഫാൾസ്. ശരിയോ തെറ്റോ ആവാൻ സാധ്യതയുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സംതിങ്, ഒബ്സർവബിൾ ആയിട്ടുള്ള എന്തിൻ്റെങ്കിലും പുറത്തുള്ള ഒരു ജനറൽ ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ദെൻ ഹൈപ്പോത്തസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ അസംഷൻസ് ആണ്, വിച്ച് മേ ബി സംടൈംസ് ട്രൂ സംടൈംസ് ഫാൾസ്. അപ്പം ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് പറയുന്നുണ്ട്. നമ്മൾ ആദ്യം സാമ്പിൾ സെലക്ട് ചെയ്യണം, കൺവേർട്ട് ഡാറ്റ ഇൻറ്റു സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം, പിന്നെ ഒരു ഫോർമുലേറ്റ് നമ്മൾ ഹൈപ്പോത്തസിസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും, ടെസ്റ്റിംഗ് മെത്തേഡ് നമ്മൾ എടുക്കും, നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യും, അതിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും, കൺക്ലൂഷൻസ്, ആ ഒരു നമ്മൾ പറഞ്ഞ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരുന്നോ ഫാൾസ് ആയിരുന്നോ എന്നുള്ള ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ എത്തും. ഇനി ഇവിടെ ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡിസ്ക്രൈബ്സ് എ സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിസ്. റിലേഷണൽ ഹൈപ്പോത്തസിസ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വൺ ടൈൽഡ് ഷോസ് ഡയറക്ഷൻസ് ഷോ, ഇൻക്രീസ് ഡിക്രീസ് ഇത്തരത്തിലൊക്കെയുള്ള ഡയറക്ഷൻസിനെ ഷോ ചെയ്യുന്ന ഹൈപ്പോത്തസിസ്. ടു ടൈൽഡ്, ഡയറക്ഷൻസ് ഒന്നും തന്നെ സ്റ്റേറ്റ് ചെയ്യാത്ത ഹൈപ്പോത്തസിസ്. അതുപോലെ വർക്കിംഗ് ഹൈപ്പോത്തസിസ്, അനലിറ്റിക്കൽ ഹൈപ്പോത്തസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്, കോമൺ സെൻസ്, അതേപോലെ നൾ ഹൈപ്പോത്തസിസ്, ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. ഇപ്പം ഈ H0യും H1ഉം നിങ്ങൾ നോർമലി റിസർച്ചുകളിൽ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഇനി വരുന്നത് റിസർച്ച് അപ്രോച്ചസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇൻഡക്ഷൻ അതേപോലെ ഡിഡക്ഷൻ, രണ്ട് റിസർച്ച് അപ്രോച്ചസ് ആണ് നമുക്കുള്ളത്. ഇൻഡക്ഷൻ അപ്രോച്ചും അതേപോലെ ഡിഡക്ഷൻ അപ്രോച്ചും. ഇൻഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്ന സമയത്ത് ബോട്ടം അപ്പ് അപ്രോച്ചാണിത്. അതായത് നമ്മൾ ആദ്യം ഒരു സർട്ടെയിൻ
വേരിയബിൾസിന് അല്ലെങ്കിൽ സാമ്പിൾസിനെ പഠിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു തിയറീനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സ്റ്റാർട്ട്സ് ബൈ ഒബ്സർവിങ് സ്പെസിഫിക് എക്സാമ്പിൾസ്. ആദ്യം നമ്മളൊരു കുറച്ച് ഒരു 10 എക്സാമ്പിൾ അല്ലെങ്കിൽ 10 സാമ്പിൾസിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ സാമ്പിൾസിനെ വെച്ചിട്ട് നമ്മൾ സ്റ്റഡി നടത്തും. എന്നിട്ട് ഈ സാമ്പിൾസിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ അതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ സാമ്പിൾസും ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാ പോപ്പുലേഷനിലുള്ള എല്ലാ വേരിയബിൾസും ഇങ്ങനെ തന്നെയാണ്, എല്ലാ എലമെൻസും ഇങ്ങനെ തന്നെയാണ് എന്ന രീതിയിലൊരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ എത്തും. അതിനാണ് ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് വേരിയബിൾസ് കുറച്ച് എലമെൻസിനെ പഠിച്ചുകൊണ്ട് സാമ്പിൾസിനെ പഠിച്ചുകൊണ്ട് നമ്മൾ ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. വെൻ യു സീ പാരറ്റ്സ് ഓർ കുറച്ച് ബേർഡ്സിനെ നിങ്ങൾ കാണുന്നു, ഈഗിൾ, പാരറ്റ്, ക്രൗസിനൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ദെൻ യു ആർ മേക്കിംഗ് എ ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഓൾ ബേർഡ്സ് ക്യാൻ ഫ്ലൈ. ഓക്കെ, അത് ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒബ്സർവ് ചെയ്ത് അവിടെ റിസർച്ച് നടത്തി അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഒബ്സർവേഷൻ ചെയ്തിട്ടാണ് നിങ്ങളൊരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തുന്നത്. ഇത്തരം മെത്തേഡ്സിനെ അല്ലെങ്കിൽ ഇത്തരം അപ്രോച്ചിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ അപ്രോച്ച് അല്ലെങ്കിൽ ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് പറയും, ബോട്ടം അപ്പ് അപ്രോച്ച് എന്നും പറയും. താഴേന്ന് മുകളിലേക്കാണല്ലേ നമ്മൾ പോകുന്നത്. ഇനി വരുന്നത് ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ്, ഡിഡക്ഷൻ അപ്രോച്ച്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ജനറൽ തിയറീനെയോ റൂളിനെയോ അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എടുത്തിട്ട് പിന്നീട് അതായത് പോപ്പുലേഷന് ഒരുപാടുണ്ടാവും, ഈ പോപ്പുലേഷനെ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്നൊരു പെർട്ടിക്കുലർ എലമെൻറ്റിന് ഒരു സാമ്പിളിനെ എടുത്തിട്ട് ഈ പോപ്പുലേഷൻ്റെ സെയിം നേച്ചറാണ് ഈ സാമ്പിളും കാണിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക്, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് എത്തുന്നു. ഇറ്റ് മൂവ്സ് ഫ്രം ജനറൽ ടു പെർട്ടിക്കുലർ. നേരത്തെ പെർട്ടിക്കുലർ ടു ജനറൽ ആയിരുന്നു, ഇവിടെ ജനറൽ ടു പെർട്ടിക്കുലർ ആണ്. ഇതെന്താണ്, ഒരു തിയറീൻ്റെ വാലിഡിറ്റീനെ അല്ലെങ്കിൽ തിയറി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ചാണ്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം മൊത്തം ഒരു ഹ്യൂമൺ എന്ന് പറഞ്ഞ ഒരു പോപ്പുലേഷൻ, അതിൽ എല്ലാവർക്കും എന്ത് വേണം, ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഈസ് മാൻഡേറ്ററി എന്നുള്ള ഒരു തിയറി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ ആ ഹ്യൂമൻ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹ്യൂമൺ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, റാം ഓൾസോ നീഡ്സ് ഓക്സിജൻ ടു ലിവ്. സോ നമ്മൾ ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും എന്തിലേക്ക് എത്തുന്നു, സ്പെസിഫിക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക്, കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നു. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ ഏരിയാസും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എക്സാമിന് തിയറിറ്റിക്കലാണ്, വളരെ നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.